ഏക ദൈവത്തിന് സ്തുതി. കർത്താവിൽ വാത്സല്യമുള്ളവരെയും കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന വട്ടവട മിഷനെ കുറിച്ച് ഒരേയായ ചില കാര്യങ്ങൾ പ്രതിപാദിപ്പാൻ ഇടയാകുന്നൊരു സന്തോഷമുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ പോയി സകല യാതികളോടും സുവിശേഷം അറിയിപ്പീൻ എന്നുള്ള യേശു കർത്താവിൻ്റെ ആജ്ഞ വളരെ ഗൗരവമായെടുത്ത് 43 വർഷങ്ങൾക്ക് മുമ്പ് പരേതനായ അഡ്വക്കേറ്റ് സൈറസ് സാറിൻ്റെ ദീർഘവീക്ഷണത്തോടെ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് വട്ടവട മിഷൻ. സാറിൻ്റെ സമർപ്പിതമായ ശുശ്രൂഷകളെ നന്ദിയോടെ ഓർക്കുകയാണ്. ക്രമേണ കോട്ടയം കൊച്ചി ഭദ്രാസനം ചുമതല ഏറ്റെടുക്കുകയും എറണാകുളം സെൻട്രലിലെ ഇടവുകളുടെ സഹകരണത്തോടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയും ചെയ്തു. വളരെയധികം പരിമിതികൾ പാർക്കുന്ന ആ പ്രദേശത്തുള്ള ജനങ്ങൾ അവർക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാൻ വിവിധ പ്രവർത്തനങ്ങളിലൂടെ ഈ നാളുകളിൽ സാധിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്. അവിടെ ആരാധിക്കുന്ന ഒരു ആരാധന സമൂഹമുണ്ട്. ഒരു നഴ്സറി സ്കൂൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 4 ദശാബ്ദങ്ങളധികമായി ഈ ഒരു വട്ടവട മിഷനിലൂടെ ആ ദേശവാസികളായ എല്ലാവരുടെയും ഇടയിൽ വലിയൊരു ക്രിസ്തീയ സ്വാധീനം ചെലുത്താൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതിൽ അധികമായി സന്തോഷിക്കുകയാണ്. സൈറസ് സാറിൻ്റെ പ്രവർത്തനം ആരംഭിച്ച കുഞ്ഞുങ്ങളുടെ പ്രവർത്തനം ക്രമേണ കമ്പാഷൻ പ്രോജക്റ്റ് അത് ഏറ്റെടുക്കുകയും കമ്പാഷൻ പ്രോജക്റ്റ് നടിച്ചു കഴിഞ്ഞപ്പോൾ ലൈറ്റ് ലൈഫ് പ്രോജക്റ്റിലൂടെ ഏകദേശം 250 കുട്ടികൾക്ക് നമ്മൾ വേണ്ട വിധത്തിലുള്ള സമഗ്രമായ വികസനത്തിന് വഴിയൊരുക്കുകയും ചെയ്യുകയാണ്. വട്ടവട മിഷനിലൂടെ ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാൻ നിഗൃഹീതമായ സാക്ഷ്യം നിറവേറ്റാൻ ഇടയാകുന്നതിൽ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട റിറ്റോ അച്ഛനും സാമച്ചനും മിഷണറിമാരായി പ്രവർത്തിക്കുകയും പ്രിയപ്പെട്ട ജോയൽ സുവിശേഷകനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇവരുടെ പ്രവർത്തനങ്ങൾ ഈ വട്ടവട മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുഗ്രഹകരമാകുന്നതല്ലോ. ഈ ഒരു ദൃശ്യാവിഷ്കാരം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഈ വട്ടവട മിഷൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയും ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ വട്ടവട മിഷന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. കഴിഞ്ഞ 40-ൽ പരം വർഷം കോവലൂർ, വട്ടവട, കൊട്ടാക്കമ്പൂർ, ചിലന്തിയാർ തുടങ്ങിയ ഉൾഗ്രാമങ്ങളിൽ സുവിശേഷത്തിന്റെ സാക്ഷ്യമായി നിലകൊള്ളുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഈ ദൗത്യ സരണിയിൽ തുടക്കം മുതൽ ഇന്നേ വരെ നമ്മെ നയിച്ച അഭിവന്ധ്യ തിരുമേനിമാർ, പട്ടക്കാർ, സുവിശേഷകർ, വോളണ്ടിയേഴ്സ്, പ്രത്യേകമായി കോട്ടയം കൊച്ചി ഭദ്രാസനം എല്ലാവർക്കുമായി നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. കഷ്ടതയിലും പ്രതികൂലങ്ങളിലും പ്രതിസന്ധിയുടെ മധ്യേ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് സാക്ഷ്യമായി നിലകൊള്ളുവാൻ ദൈവം അനേകരിലൂടെ പ്രവർത്തിച്ചു. മാർത്തോമാ സഭയെയും ഈ മിഷൻ സെന്ററിനെയും ഇവിടെയുള്ള ഗ്രാമവാസികൾ തങ്ങളുടെ ജീവിതത്തിന്റെ വെളിച്ചമായാണ് കാണുന്നത്. സഭയുടെ പ്രവർത്തനം ഈ ദേശത്തിന് എപ്രകാരം വെളിച്ചം വീശിയെന്ന് ഈ ഡോക്യുമെന്ററിയിലൂടെ നമുക്ക് വീക്ഷിക്കാം. കുന്നുകളും കോടമഞ്ഞും പുതച്ച വട്ടവട, പച്ചപ്പിന്റെ താഴ്വരയിൽ ഒതുങ്ങി ജീവിച്ചിരുന്ന ഒരു ജനത. അവരുടെ ലോകം കൃഷിയിടങ്ങളിൽ ഒതുങ്ങിയിരുന്നു. സ്വപ്നങ്ങൾ വിണ്ണിലേക്ക് പറക്കാൻ മടിച്ചു നിന്ന നാളുകൾ. എന്നാൽ മാർത്തോമാ സഭയുടെ സ്നേഹസ്പർശമെത്തിയതോടെ വട്ടവടയുടെ മണ്ണ് ഉണർന്നു. അറിവിന്റെ കിരണങ്ങൾ അവരെ തേടിയെത്തി. ഇന്ന് ഈ ഗ്രാമം സ്വപ്നങ്ങളുടെ ചിറകിലേറി പറക്കുകയാണ്. ഈ അത്ഭുതകരമായ പരിവർത്തനത്തിന്റെ കഥയാണ് വട്ടവട മാർത്തോമാ മിഷൻ ഡോക്യുമെന്ററി. വർഷം 1982. കേരളത്തിന്റെ മണ്ണിൽ വട്ടവട എന്നൊരു ഗ്രാമം ഇരുണ്ട കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ച ഒരു ജനത പുറംലോകം എന്തെന്നറിയാതെ, വിദ്യാഭ്യാസമോ പുരോഗതിയോ ഇല്ലാതെ ആ ദേശത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞു. അതേസമയം നിയമത്തിന്റെ ലോകം വിട്ട് സുവിശേഷത്തിന്റെ ദീപവുമായി അഡ്വക്കേറ്റ് PA സൈറിസ് എന്ന മനുഷ്യൻ ആ ഗ്രാമത്തിലേക്ക് കടന്നു വന്നു. അതൊരു ജനതയുടെ മാറ്റത്തിന്റെ ആരംഭമായിരുന്നു.
ഭവന സന്ദർശനത്തിലൂടെ അദ്ദേഹം അവരുടെ ജീവിതം അടുത്തറിഞ്ഞു. അപ്പോഴാണ് ഈ ജനത വിദ്യാഭ്യാസപരമായി എത്രത്തോളം പിന്നിലാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. മതപരിവർത്തനത്തിനായി വന്ന ഒരാളായി ചിത്രീകരിച്ച് പലരും അദ്ദേഹത്തെ പരിഹസിച്ചു. എന്നാൽ കാലക്രമേണ ആ ഗ്രാമം അദ്ദേഹത്തിന്റെ നന്മ തിരിച്ചറിഞ്ഞു. ചെറിയൊരു വീടിന്റെ മുറിയിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ആ ചെറിയ മുറിയിൽ അദ്ദേഹം ഗ്രാമത്തിലെ കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകി. അധികം വൈകാതെ കൂടുതൽ കുട്ടികൾ അറിവ് തേടി അദ്ദേഹത്തിന്റെ അടുത്തെത്തി. ആ ചെറിയ മുറി അപര്യാപ്തമായി വന്നു. അങ്ങനെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാനായി ഒരു വിശാലമായ ഇടം അദ്ദേഹം അന്വേഷിച്ചു. ഒടുവിൽ കരിമ്പ് കൃഷിക്ക് ശേഷം നിലമൊരുക്കി കിടന്ന ഒരു സ്ഥലം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ചാക്കാൻ വീട്ടിൽ SK രംഗസ്വാമിയുടേതായിരുന്നു. സൈറസ് സാർ രംഗസ്വാമിയെ സമീപിക്കുമ്പോൾ 10ാം ക്ലാസ് പരീക്ഷ പാസ്സായി നിൽക്കുകയായിരുന്നു ചന്ദ്രശേഖരൻ എന്ന അദ്ദേഹത്തിന്റെ മകൻ. സൈറസ് സാർ രംഗസ്വാമിയോട് പറഞ്ഞു, നിങ്ങളുടെ മകനെ ഞങ്ങൾ പഠിപ്പിച്ച് നല്ലൊരു ജോലി വാങ്ങി നൽകാം. ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ പരിമിതികൾ മാറ്റി ഇവിടുത്തെ കുട്ടികൾക്ക് അറിവിന്റെ വെളിച്ചം നൽകാനായി ഈ സ്ഥലം ഞങ്ങൾക്ക് തരണം. സൈറസ് സാറിന്റെ വാക്കുകളിൽ വിശ്വാസമർപ്പിച്ച് രംഗസ്വാമി തന്റെ സ്ഥലം വിട്ടു നൽകി. അങ്ങനെയാണ് ഇന്ന് നാം കാണുന്ന മാർത്തോമാ സെന്റർ ആരംഭിക്കുന്നത്. സൈറസ് സാറിന്റെ പ്രവർത്തനത്തെ തുടർന്ന് 1985 വേൾഡ് വിഷൻ എന്ന മഹാപ്രസ്ഥാനം വട്ടവടയിലേക്ക് കടന്നു വന്നു. ഗ്രാമത്തിൽ ആരംഭിച്ച മിഷൻ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് 1987 വരെ അവർ പ്രവർത്തിച്ചു. ഗ്രാമവാസികളുടെ ജീവിതം തുടർന്നും മെച്ചപ്പെടുവാനായി, കുട്ടികളെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായി തീർക്കുവാനായി അനുഗ്രഹമായ നേതൃത്വം അവർ നൽകി. ജനങ്ങളുടെ ഉപജീവനം മെച്ചപ്പെടുത്തുവാൻ ആടുകളും പശുക്കളും കോഴികളും ചോരാത്ത ഭവനങ്ങൾ നൽകി ഗ്രാമവാസികളെ സുരക്ഷിതരാക്കി. 2 വർഷക്കാലമാണ് വേൾഡ് വിഷൻ വട്ടവടയുടെ മണ്ണിൽ പ്രവർത്തിച്ചത്. എന്നാൽ ആ 2 വർഷക്കാലം ഏറ്റവും പ്രയോജനമാകും വണ്ണം വട്ടവടയുടെ മണ്ണിൽ പ്രവർത്തിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. വേൾഡ് വിഷന്റെ മടക്കത്തോടെ കോട്ടയം കൊച്ചി ഭദ്രാസനം വട്ടവട മാർത്തോമാ മിഷനെ ഏറ്റെടുത്തു. അപ്രകാരമാണ് കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന്റെ മിഷൻ ഫീൽഡായി വട്ടവട മിഷൻ മാറുന്നത്. 1991 മുതൽ 2000 വരെ 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂൾ വട്ടവട മിഷനിൽ പ്രവർത്തിക്കുകയുണ്ടായി. 5 മുതലുള്ള തുടർ പഠനത്തിന് ഗിരിദീപ്തി പോലെയുള്ള സഭയുടെ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ അയക്കുകയും അവിടെ അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം പകരുകയും ചെയ്തു. കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയ മിഷൻ പ്രവർത്തനത്തിന് 2002 CDC എന്ന കമ്പാഷൻ പ്രോജക്റ്റിന്റെ സഹായം ലഭ്യമായി. നീണ്ട 14 വർഷക്കാലം വട്ടവടയുടെ മണ്ണിൽ പ്രവർത്തിക്കുവാൻ കമ്പാഷൻ പ്രോജക്റ്റിന് സാധിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസവും കലാപരവും കായികപരമായ കഴിവുകൾ കൂടുതൽ വളർത്തിക്കൊണ്ടുവരുവാൻ CDCയുടെ പ്രവർത്തനങ്ങൾ കാരണമായി. അനേകം കുട്ടികൾ ഉയരങ്ങളിലേക്ക് എത്തുവാൻ കമ്പാഷന്റെ പ്രവർത്തനങ്ങൾ മൂലം സാധിച്ചു. 2002 പ്രവർത്തനം ആരംഭിച്ച കമ്പാഷൻ 2016 വരെ പ്രവർത്തിച്ചു. വട്ടവട മാർത്തോമാ മിഷന്റെ അനുഗ്രഹീതമായ പ്രവർത്തനമാണ് സ്നേഹദീപ്തി. ബഹുമാനപ്പെട്ട സൈറസ് സാറിലൂടെ ആരംഭിച്ച ആദ്യ പ്രവർത്തനം സ്നേഹദീപ്തി ആയിരുന്നു. അറിവിൻ്റെ ആദ്യ അക്ഷരം അഭ്യസിക്കുവാനായി ഓരോ വർഷവും ധാരാളം കുഞ്ഞുങ്ങൾ സ്നേഹദീപ്തിയിൽ കടന്നു വരുന്നു. സൈറസ് സാറിൻ്റെയും
അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെയും വട്ടവടയിലെ പ്രവർത്തനത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സ്നേഹദീപ്തി. ആ സ്നേഹദീപ്തി ഇന്നും അനേകം കുഞ്ഞുങ്ങൾക്ക് പ്രകാശം പകരുന്നു. CDC എന്ന പ്രവർത്തനത്തിന്റെ തുടർച്ചയായി ഇന്ന് വട്ടവട മാർത്തോമ മിഷനിൽ കാർഡ് ലൈറ്റ് ടു ലൈഫ് പ്രവർത്തിച്ചു വരുന്നു. എൻ്റെ പേര് ഷെറിൻ തോമസ്. ഞാൻ കാർഡ് ലൈറ്റ് ലൈഫ് പ്രോജക്റ്റിന്റെ മാനേജറായിട്ട് പ്രവർത്തിക്കുന്നു. ഈ ഗ്രാമത്തിന്റെ എഡ്യൂക്കേഷൻ പുരോഗതിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടിയും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് കാർഡ് ലൈറ്റ് ലൈഫ് പ്രോജക്റ്റ്. കമ്പാഷൻ പ്രോജക്റ്റിന് തുടർച്ചയായിട്ട് കാർഡ് ലൈറ്റ് ലൈഫ് പ്രോജക്റ്റ് വട്ടവട യൂണിറ്റിൽ പ്രവർത്തിച്ചു വരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് വിവിധ ഗ്രാമങ്ങളിലുള്ള വിദ്യാർത്ഥികളെ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റും ആണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. 14ഓളം സ്റ്റാഫുകളും നോൺ ടീച്ചിങ് സ്റ്റാഫുകളും ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. ഈ ഗ്രാമത്തിലെ സമഗ്ര വികസനവും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള തൊഴിൽ പരിശീലനം, കൗൺസിലിങ്ങുകൾ, സ്പോർട്സ് ട്രെയിനിങ്ങുകൾ എല്ലാം ഇതിലൂടെ നടത്തി വരുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഈ ഗ്രാമത്തിന്റെ പ്രവർത്തനങ്ങൾക്കും തുടർന്നുള്ള പുതിയ തലമുറ വാർത്തെടുക്കുന്നതിനും കാർഡ് ലൈറ്റ് ലൈഫ് പ്രോജക്റ്റ് അതിന്റെ പ്രവർത്തന മേഖലയിൽ സുസ്ഥിരമായിട്ട് മുന്നോട്ട് പോകുന്നു. വട്ടവട മാർത്തോമ മിഷൻ പ്രവർത്തനം വട്ടവടയിലെ ഗ്രാമവാസികളെ എത്രമാത്രം സ്വാധീനിച്ചു എന്ന് അവരിലൂടെ നമുക്ക് കേൾക്കാം. ഞാൻ ലോറൻസ് ആന്റണി. ഞാൻ വട്ടവടയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. എനിക്ക് മാർത്തോമ സെന്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ഈ ചെറുപ്പകാലത്ത് ഈ വട്ടവട പഞ്ചായത്തിന് ഒരു മാറ്റം, എന്താ പറയുക, ഒരു മാറ്റം തന്നെ സൃഷ്ടിച്ചത് ഈ മാർത്തോമ സെന്റർ വന്നതിന് ശേഷം. ഇന്നത്തെ കാലത്ത് ഇവിടെ വഴിയും റോഡും വൃത്തിയും ഇല്ലാതെ ഇരുന്ന ഒരു വട്ടവട ഉണ്ടായിരുന്നു. ആ വട്ടവടയിൽ ഉപ്പത്തൊട്ടി മുതൽ, അതായത് ആദ്യമായിട്ട് ടോയ്ലറ്റ് എന്നുള്ള ഒരു ഇത് തന്നെ കൊണ്ടുവന്നത് മാർത്തോമ സെന്ററാണ്. ഇവിടെ വട്ടവട, കോവിലൂർ, കൊട്ടാക്കുമ്പോൾ, ചിലന്തിയാർ ഭാഗങ്ങളിൽ ഒരു സെന്ററായിട്ട് തുടങ്ങി ഇവിടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഈ വട്ടവട ചുറ്റും കാണുന്നതാണ് ഈ ലോകം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോയി ഗിരിദീപ്തി, മുളന്തുരുത്തിയിലുള്ള സ്കൂള്, അങ്ങനെ പെരുമ്പാവൂരിലുള്ള സ്കൂള്, അങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ കൊണ്ടുപോയി ഞങ്ങളെ പഠിപ്പിക്കുകയും ഈ നാട്ടിലെ വിദ്യാഭ്യാസവും മാറ്റങ്ങളും സൃഷ്ടിച്ച ഒരു സെന്ററാണ് എനിക്ക് മാർത്തോമയിൽ. എൻ്റെ പേര് രാമരാജാണ്. ഞാനിവിടെ ശിവതാമസമാണ്. പാരമ്പര്യമായിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ സായിപ്പ്മാരുടെ കാലഘട്ടത്തിൽ ഇവിടെ സ്കൂൾ തുടങ്ങി. എന്നാൽ 4ാം ക്ലാസ് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. തമിഴ് മീഡിയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ ഇവിടെ ഉള്ള ആളുകൾക്ക് പുറലോകമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ദേശമാണ്. ഇത് തന്നെയാണ് ദേശം. ഇന്ത്യ എന്നുള്ളത് പോലും അറിയത്തില്ല ഇവിടെ ഉള്ള ആളുകൾക്ക്. ഇവിടുത്തെ ഇത് ഒരു പ്രത്യേക ദേശമാണെന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഈ 4ാം ക്ലാസ് കഴിഞ്ഞാൽ വീണ്ടും കൃഷിപ്പണിക്ക് ചെല്ലുന്ന ഒരു ഗതിയാണ് ഇവിടെ ഉള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് 1982 മാർത്തോമ സഭ ഇവിടെ ഒരു സെന്റർ തുടങ്ങുകയും ഇവിടെ ഉള്ള വിഷയങ്ങളെ കുറിച്ച് പഠിക്കുകയും ആദ്യമായി വിദ്യാഭ്യാസത്തിന് ഇവിടെ ഉള്ള കുട്ടികളെ പുറത്തേക്ക് എത്തിച്ച് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യ ഒരു നടപടിയാണ് മാർത്തോമ സെന്ററാണ്. ചുരുക്കി പറഞ്ഞാൽ വട്ടവടയുടെ വിദ്യാഭ്യാസം കണ്ടു തരുന്നത് ഈ മാർത്തോമ സെന്ററാണ്. ആദ്യമായി കക്കൂസ് കെട്ടി കൊടുത്ത് അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് ആദ്യം പഠിപ്പിച്ചത് മാർത്തോമയാണെന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുന്നു. എൻ്റെ പേര് MN പളനിസ്വാമിയാണ്. ഈ വട്ടവട പഞ്ചായത്തിൽ ജനിച്ച് വളർന്നവരാണ്. ഇവിടെ വട്ടവട പഞ്ചായത്തിൽ ഒരു വണ്ടി വാഹനം പോലും വരാത്ത സമയത്താണ് അവർ ഇവിടെ ചിട്ടിവാര എന്ന സ്ഥലത്തേക്ക് ഇറങ്ങി ഇവിടെ ഒറ്റമര പാതയിലേക്ക് വന്ന് ഇവിടെ സ്ഥാപനം ഉണ്ടാക്കി വട്ടവട ജനങ്ങളെ വിദ്യാഭ്യാസത്തിൽ മുമ്പോട്ട് കൊണ്ടുവന്നത്. പിന്നെ മാർത്തോമ സെന്റർ വന്ന ശേഷമാണ് മലയാള ഭാഷയിലേക്ക് ജനങ്ങൾ കടക്കാൻ പോയത്. കോയിലൂരിലെ സൈലസ് സാർ എന്ന് അച്ഛനാണ് ഇവിടെ വന്ന് ഒരു മുറിയെടുത്ത് താമസിച്ചു. പിന്നെ ബാല്യപാടി തുടങ്ങി
പാലങ്ങിപാടി തുടങ്ങിയ ശേഷം ഞങ്ങളുടെ പിള്ളേരെല്ലാം വീടാന്തരം കയറി വിളിച്ചുകൊണ്ട് പോയി ബാലപാടി തുടങ്ങിയത്. ആദ്യത്തും തുടങ്ങിയത് പുല്ലുകുടിശയാണ്. പുല്ലുകുടിശയിൽ നിന്ന് തുടങ്ങി പിന്നെയാണ് ബിൽഡിംഗ് പണിഞ്ഞു. പിന്നെ അവർ ബാലപാടി പിള്ളേർ പഠിപ്പിച്ചിട്ട് പിന്നെ ഒരു സ്കീമിൽ വന്ന് ഓരോ കൃഷിക്കാരനൊക്കെ 10 കിലോ വെളുത്തുള്ളി കൊടുത്തു. അവർ നട്ടുപിടിപ്പിച്ചു. പിന്നെ ആട് കൊടുത്ത ശേഷം പിന്നെ ഒരു കൊല്ലത്തിന് 4 വീട് വയ്ക്കാൻ 4 പേർക്ക് വീട് കൊടുത്തു. അതിനുവേണ്ടി എല്ലാവരും രക്ഷപ്പെട്ടു. എൻ്റെ പേര് ശാന്തമ്മ. ഞാൻ വട്ടവടയിൽ 1984 ഇവിടെ വന്ന് 1982 ഇവിടെ വേൾഡ് വിഷൻ്റെ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. 84 ഞാൻ ഹെൽത്ത് വർക്കറായിട്ട് ഈ നാട്ടിൽ വട്ടവടയിൽ വന്നു തൊട്ട് ഇവിടെ നല്ല രീതിയിൽ ആളുകൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുത്തു. യേശുവിനെ പറ്റിയുള്ള അറിവില്ലായിരുന്നു. അതൊക്കെ ഞങ്ങൾ വീടുകളിൽ പോയി. അന്നത്തെ കാലത്ത് സൈറസ് സാറ്, എസ്.കെ. എബ്രഹാം സാറ്, പി.എം. സാമുവേൽ സാറ്, സുശീൽ സാർ ഇവരെല്ലാം ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിലാണ് പി.എം. സാമുവേൽ സാറാണ് എന്നെ ഇവിടെ ഈ നാട്ടിൽ കൊണ്ടുവന്നത്. ഇന്നും 40 വർഷമായിട്ട് ഈ നാട്ടിൽ തന്നെ ഉണ്ട്. വേണ്ട സേവനങ്ങൾ ചെയ്യുന്നു. ഇവിടെ കമ്പാഷൻ ഉണ്ടായിരുന്നു. കമ്പാഷൻ്റെ ജോലി ചെയ്തു. എൻ്റെ പേര് മേഴ്സി. ഞങ്ങൾ മാർത്തോമ സഭയിലെ അംഗമാണ്. കത്തോലിക്ക സമൂഹത്തിൽ നിന്ന് മാറി മാർത്തോമ സഭയിൽ അന്ന് മുതൽ ഇന്ന് വരെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പള്ളിയിൽ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവം പലവിധമായ ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളോട് ഒപ്പമുണ്ട്. പിന്നെ നഴ്സറിയിൽ പഠിപ്പിക്കാൻ സാധിച്ചു 20 വർഷത്തോളം. കമ്പാഷൻ പ്രോജക്റ്റ് തുടങ്ങിയ സമയം മുതൽ 2012 വരെ 2003 തൊട്ട് 2012 വരെ എനിക്ക് പണിയുവാൻ സാധിക്കും. എൻ്റെ പേര് മറിയമ്മ ജോസഫ്. 90-ലായിരുന്നു ഞാൻ ഇവിടെ പള്ളിയിൽ ചേർന്നത്. അതിന് മുമ്പ് കത്തോലിക്ക പള്ളിയിലായിരുന്നു. കമ്പാഷനിൽ 12 വർഷം ജോലി ചെയ്തു. ഇന്നും പള്ളി ടൈമിൽ എല്ലാത്തിനും ഓടുന്നുണ്ട്. എൻ്റെ പേര് ചിന്നമ്മ. ഞാൻ ഈ വട്ടവടയിലുള്ളതാണ്. ഞാൻ ഈ പള്ളിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 15 വർഷമായിട്ട് ഇവിടെ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ വട്ടവട മാർത്തോമ മിഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാട് ലൈറ്റ് ലൈഫിന്റെ അധ്യാപകർ നമുക്കിപ്പോൾ ചേരുകയാണ്. ഇതിൽ പലരും ഇവിടെ തന്നെ പഠിച്ച് ഇപ്പോൾ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പഠനം അല്ലെങ്കിൽ അധ്യാപനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ 20 വർഷമായി ജോലി ചെയ്തു വരുന്നതാണ്. ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് ഇവിടെ പലരും ഉള്ളത്. എന്നോട് ഇപ്പോൾ ജോലി ചെയ്തു വരികയാണ്. എനിക്കത് വളരെ സന്തോഷം. ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് ടു ലൈഫിന്റെ അക്കൗണ്ടന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ചെറുപ്പം മുതലേ തുടങ്ങി എൻ്റെ ആ കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിലും ഒക്കെ ഒത്തിരി അധികം ഹെൽപ്പ് ഈ മാർത്തോമ മിഷനിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ നേഴ്സറി മുതൽ +2 വരെ ഇവിടെയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ഇവിടുത്തെ നേഴ്സറി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ 96-97 കാലഘട്ടങ്ങളിൽ ആദ്യമായിട്ട് എൻ്റെ സ്കൂൾ ജീവിതം ആരംഭിച്ചത് മാർത്തോമ മിഷനിലൂടെയാണ്. ആദ്യമായിട്ട് മാർത്തോമ സഭയ്ക്ക് നന്ദി അറിയിച്ചുകൊള്ളുന്നു. എന്തെന്ന് വെച്ചാൽ ഞാൻ നേഴ്സറി മുതൽ +2 വരെ ഞാൻ ഇവിടെയാണ് പഠിച്ചത്. ഞാനിവിടെ അധ്യാപികയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. சென்டர் இருக்கிறதுனால இங்கே உள்ள எல்லா பிள்ளைகளுடைய படிப்புக்கும் அவங்களுடைய எஜுகேஷனல் க்ரோத் எல்லாத்துக்குமே இது ரொம்ப பெனிஃபிட். இங்கே படிக்கிறது மூலமா பிள்ளைங்களுக்கு பிசிக்கலாகவும் மென்டலாகவும் அவங்களுக்கு எல்லா பெனிஃபிட்ஸும் இருக்கு. பிள்ளைங்க ரொம்ப சந்தோஷத்தோட வந்து இங்கே படிச்சுட்டு போறாங்க. இது மூலமா வீட்டில் கிடைக்கிறத விட அதிகமான கவனிப்பு இங்கே கிடைக்குது. அதனால அவங்க நல்லபடியா படிச்சு நல்ல ஒரு சொசைட்டில ஒரு நல்ல ஒரு സ്റ്റുഡൻ്റാ വരണം. ഞാൻ നേഴ്സറി മുതൽ +2 വരെ ഇവിടെയാണ് പഠിച്ചത്. എനിക്ക് ഇവിടെ പഠിച്ചത് കൊണ്ട് വളരെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ മാർത്തോമ മിഷന്റെ ഒരു ഭാഗമാവാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. ആഗ്രഹിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു ടീച്ചിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് മാർത്തോമ സെന്റർ നമുക്ക് നൽകിയതായ ഇതിന്റെ ആദ്യകാലങ്ങളിലെ അതിന്റെ ഉടമയായിരുന്ന എസ്.കെ. രംഗസ്വാമി എന്ന ആളുടെ മകൻ ചന്ദ്രശേഖരാണ്. 1982 ഞാൻ SLC പാസ്സായി വീണ്ടും എൻ്റെ ജന്മനാടായി വട്ടവടയിൽ തിരിച്ചെത്തി എൻ്റെ പിതാവിനോടൊപ്പം കൃഷിയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. മാർത്തോമ സഭയിലെ സുവിശേഷ പ്രവർത്തകരായ സൈറസ് സാറും PC എബ്രഹാം സാറും ജോർജ് കുട്ടി സാറും എന്നെക്കുറിച്ച് പഠിക്കുകയും എൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും എൻ്റെ ഫാദറിനെ കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തതോടുകൂടി ഞങ്ങളുടെ ഭവനം സന്ദർശിക്കുകയുണ്ട്. സുവിശേഷ വേലകൾ വ്യാപിപ്പിക്കുവാനും
ഇവിടുത്തെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവരുടെ വിപുലീകരണത്തിനായി അവരാവശ്യപ്പെട്ട ഒരു കാര്യം, എൻ്റെ ഈ കരിമ്പ് കൃഷി ചെയ്ത സ്ഥലം സഭയ്ക്കായി വിട്ടു നൽകുകയാണെങ്കിൽ താങ്കളുടെ മകനെ ഞങ്ങൾ എറണാകുളത്ത് കൊണ്ടുപോയി ജോലി നൽകാമെന്നും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. നമ്മുടെ നാടിൻ്റെ വികസനത്തിനാണല്ലോ ഈ സഭയിലെ ഈ പ്രവർത്തകർ ആവശ്യപ്പെട്ടതെന്നോർത്ത് ഇപ്പോൾ ഈ മാർത്തോമ സെൻറ്റർ പ്രവർത്തിക്കുന്ന സ്ഥലം സഭയ്ക്കായി കൈമാറുവാനായിട്ട് തീരുമാനിച്ചു. എൻ്റെ ഒരു ജീവിതത്തിൻ്റെ വഴിത്തിരിവ് ഈ മാർത്തോമ സെൻറ്ററിൻ്റെ ഭൂമി നൽകിയതിലൂടെയാണ് എൻ്റെ ജീവിതം മാറിമറിഞ്ഞത്. ഞാൻ എറണാകുളത്ത് പോയി, എറണാകുളം മാർത്തോമ ശാലോം പള്ളിയിലാണ് എനിക്ക് ഇവർ താമസ സൗകര്യം ഒരുക്കുകയും അവിടുത്തെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ താൽക്കാലികമായിട്ട് ഒരു ജോലി തരപ്പെടുത്തി തരികയും ചെയ്തു. മാർത്തോമ ശാലോം പള്ളിയിൽ താമസിക്കുവാനായിട്ട് എനിക്കൊരു സഹോദരനെ കിട്ടി. ആ സഹോദരൻ ഇപ്പോഴും എൻ്റെ സഹോദരനാണ്. അത് എൻ്റെ പ്രിയ സുഹൃത്തായ ശ്രീ വിൽസനാണ്. വിൽസൺ ഇപ്പോൾ USA-ലാണ്. അദ്ദേഹമായിട്ട് ഇപ്പോഴും ഞങ്ങൾ നിരന്തരം കോണ്ടാക്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പള്ളിയും സഭയുമായിട്ടുള്ള ആ കോർഡിനേഷനിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഈ പ്രൈവറ്റ് ജോലി ഉണ്ടെങ്കിൽ പോലും മാർത്തോമ സഭയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് എറണാകുളം ശാലോം പള്ളിയുടെ കീഴിലുള്ള പ്രവർത്തകരുമായി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ജേക്കബ് പുളിയേലിൽ എന്ന ഡോക്ടറുമായിട്ട് ഇവിടെ വന്ന് മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും ആ സംഘത്തിലെ അംഗമായി ഉൾക്കൊള്ളാൻ ഉള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടുകയുമുണ്ടായി. എൻ്റെ ഇവിടുത്തെ കുട്ടികൾ, ഈ വട്ടവടയിലെ ജനങ്ങൾ, ഇവിടുത്തെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, വൈദ്യസഹായം എല്ലാം നൽകുന്നതിൽ മാർത്തോമ സഭ മുൻപന്തിയിലാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ വിശാലമായ ഒരു കോമ്പൗണ്ടാണുള്ളത്. ഇവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഇടം, ദേവാലയം, ഇതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് കാണിക്കാൻ ശ്രമിക്കുക. കാണുന്നതാണ് നമ്മുടെ വട്ടവട മാർത്തോമ മിഷന്റെ ഇപ്പോഴുള്ളതായ മിഷൻ ഹൗസ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ കാണുന്നതായ ഈ ഒരു ബിൽഡിങ്, ഇത് നമ്മുടെ കാർഡ് ലൈറ്റുലയും അവരുടെ ഓഫീസും അതുപോലെ സ്റ്റാഫുകളൊക്കെ പ്രവർത്തിക്കുന്നത് ഇതിലാണ്. നമ്മുടെ ഈ കാണുന്നതാണ് നമ്മുടെ വട്ടവട മാർത്തോമ ദേവാലയം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഈ ദേവാലയം വളരെ മോശമായ ഒരു സാഹചര്യത്തിലായിരുന്നു. ബിൽഡിംഗ് ഒക്കെ വളരെ മോശമായി ഇരിക്കുകയായിരുന്നു. എന്നാൽ നമുക്ക് വീണ്ടും അതൊന്ന് പുനർക്രമീകരിച്ച് റിനോവേറ്റ് ഒക്കെ ചെയ്യുവാൻ ഈ നാളുകളിൽ സാധിച്ചു. ഇപ്പോൾ നമ്മുടെ ദേവാലയം ഏറ്റവും മനോഹരമായി ആരാധനായോഗ്യമായി തീർക്കുവാൻ ഈ നാളുകളിൽ ഇടയായി. ഏകദേശം 1991 ഈ ദേവാലയം പണിയുന്നത്. നമ്മൾ ഈ കാണുന്നത് നമുക്ക് മഡ് ഹൗസ് എന്ന് പറയും. നമ്മുടെ കുഞ്ഞുങ്ങള് പഠിക്കുന്ന ഒരു ക്ലാസ് റൂമാണ്. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ക്ലാസ് റൂം. പ്രത്യേകിച്ച് ഈ മഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ദേശത്തിന്റെ ഒരു പ്രത്യേക തനതായ അവരുടെ ഒരു വീടെന്ന് വേണം തന്നെ പറയാം. ആദ്യകാലങ്ങളിൽ ഇവർ ഈ രീതിയിലായിരുന്നു വീട് തന്നെ ക്രമീകരിച്ചിരുന്നത്. മണ്ണ് കൊണ്ട്, പ്രത്യേകിച്ച് കമ്പും മണ്ണും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ ഇവര് മനോഹരമായി നിർമ്മിച്ചിരുന്ന വീട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മള് പഠനത്തിനായിട്ട് ഒരുക്കി കൊടുത്തിരിക്കുന്നത് ഈ മഡ് ഹൗസ് ആണ്. നമ്മുടെ കമ്പാഷൻ ഉണ്ടായിരുന്ന കാലങ്ങളിൽ നിർമ്മിച്ചതായ ഒരു ബിൽഡിംഗ് ആണിത്. നേഴ്സറി സ്കൂള് ഈ ബിൽഡിങ്ങിലാണ് നടക്കുന്നത്. നമുക്കിവിടെ സ്നേഹദീപ്തി എന്ന് പറഞ്ഞ നേഴ്സറി ഉണ്ടല്ലോ, ആ നേഴ്സറി സ്കൂൾ പ്രവർത്തിക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങിലാണ്. ഈ ബിൽഡിങ്ങിന് ഒരു പേരുണ്ട്. അതിന്റെ പേര് കെവിൻ ഹോൾ എന്നാണ്. നിങ്ങളവിടെ കാണാം, അവിടെ മാർജിയുടെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, കെവിൻ ഹോള്. പ്രത്യേകിച്ചും കമ്പാഷന്റെ സമയത്ത് ഒരു വിദേശത്തുണ്ടായിരുന്ന സ്പോൺസർ, അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു. ആ മകന്റെ പേരിൽ ആരംഭിച്ചതായ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നൽകിയതായ ഒരു ബിൽഡിംഗ് ആണിത്. അതുകൊണ്ടാണ് ഇതിനെ കെവിൻ ഹോൾ എന്ന് വിളിക്കുന്നത്. മാർത്തോമ സുറിയാനി സഭയുടെ അനുഗ്രഹീതമായ ഒരു ദേവാലയം വട്ടവടയിൽ സ്ഥിതി ചെയ്യുന്നു. 1982 ആരംഭിച്ച സുവിശേഷ പ്രവർത്തനം ഇന്നും അനേകരുടെ ഉള്ളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു. വട്ടവട മാർത്തോമ മിഷൻ അതിന്റെ ചൈത്രയാത്രയിൽ 43 വർഷക്കാലം പിന്നിടുകയാണ്. ഇതുവരെ ജയോത്സവമായി നടത്തിയ ദൈവത്തിന് സ്തോത്രം. നമുക്ക് മുൻപ് ഈ ദൗത്യ വഴിയിൽ സഞ്ചരിച്ച നമ്മുടെ പൂർവികരുടെ ദീർഘദർശനവും
സുവിശേഷ തീക്ഷ്ണതയുമാണ് ഇപ്രകാരം ഈ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ഇടയായത്. ആ സുവിശേഷ ദർശനം ഇന്നിന്റെ കാലഘട്ടത്തിൽ സ്വീകരിക്കുവാനും അതിലേക്ക് നമ്മുടെ സ്നേഹകരങ്ങൾ നീട്ടുവാനും ദൈവം സഹായിക്കട്ടെ. വട്ടവട മാർത്തോമ മിഷൻ ഡോക്യുമെന്ററി ഇവിടെ പൂർണ്ണമാകുന്നു.